ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് തോട്ടിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കോണമിയിൽ ഡേവിഡ് റിക്കാർഡോയുടെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേവിഡ് റിക്കാർഡോ കൺസിഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ബി ദ പ്രൈമറി കൺസേൺ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ. സോ റിക്കാർഡോ പറയുന്നതിനനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ എക്കോണമിയുടെ തന്നെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ല, ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറുന്നു. സോ പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത്. ഹിസ് മെയിൻ കോൺട്രിബ്യൂഷൻ വാസ് ഇൻ എക്സ്റ്റെൻഡിങ് ദ തിയറി ഓഫ് വാല്യൂ ടു അനലൈസ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ. സോ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നതിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് തിയറി ഓഫ് വാല്യൂ. സോ ഈ തിയറി ഓഫ് വാല്യൂവിൽ നിന്ന് എങ്ങനെയാണ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് എത്തുന്നത് എന്നാണ് പറയുന്നത്. ഹി സയൻറ്റിഫിക്കലി അനലൈസ്ഡ് ഹൗ നാഷണൽ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഫാക്ടേഴ്സ് ലൈക്ക് റെൻറ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് റെൻറ്റ്, വേജ്, പ്രോഫിറ്റ് എന്നൊക്കെ. ഇതിലൊക്കെ തന്നെ എങ്ങനെയാണ് നാഷണൽ ഇൻകം ഇവിടെ എല്ലാത്തിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്. സോ റിക്കാർഡോ പറയുന്നതിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യാണ് പൊളിറ്റിക്കൽ എക്കോണമി അതിൻ്റെ കൺസേൺ കൊടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള തിയറി ഓഫ് വാല്യൂവിൽ നിന്ന് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെത്തുമ്പോൾ അദ്ദേഹം സയൻറ്റിഫിക്കലി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണ് നാഷണൽ ഇൻകം നമ്മുടെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള റെൻറ്റ്, വേജ്, പ്രോഫിറ്റ് ഇതിലൊക്കെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. സോ റിക്കാർഡോസ് എംഫസൈസസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീംഡ് ഫ്രം ഹിസ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് അബ്സ്ട്രാക്ട് റീസണിങ് ആൻഡ് ദ ബിലീഫ് ദാറ്റ് ബ്രിട്ടൻ ഇമ്മീഡിയറ്റ് കൺസേൺ വാസ് ഫെയർലി ഡിസ്ട്രിബ്യൂട്ടിംഗ് economic growth benefits. So Ricardo's theory of distribution focused on rent, wages and profit, with the profit seen as a combination of interest, wages for managerial labor and returns for entrepreneurship. സോ നമ്മുടെ റിക്കാർഡോയുടെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റെൻറ്റ്, വേജ്, പ്രോഫിറ്റിലൊക്കെ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. വിത്ത് ദ പ്രോഫിറ്റ് സീൻ ആസ് കോമ്പിനേഷൻ ഓഫ് അതിൽ ഏതൊക്കെ തരത്തിലായിരിക്കും ഉണ്ടാവുക, ഇൻട്രസ്റ്റ്, വേജ്, അത് മാനേജറൽ ലേബറിലേക്കും അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പിന് ഒക്കെ തന്നെ റിട്ടേൺ ആയിട്ട് വരുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓരോ എൻ്റർപ്രൈസസിനും കിട്ടുന്ന റിട്ടേൺ ആണ്, വേജ് എന്ന് പറയുന്നത് ലേബേഴ്സിനുള്ളതാണ്. സോ റെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെ ഓരോന്നിനും കിട്ടുന്ന റിട്ടേൺസ് ആണ്. ആ റിട്ടേൺസിൽ ഓരോന്നിലും എങ്ങനെയാണ് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഹി യൂസ്ഡ് ടു പ്രിൻസിപ്പിൾസ് for analysis, the marginal principle which determine rent and the surplus principle which determine wages and profit. അപ്പോൾ ഇത് രണ്ട് പ്രിൻസിപ്പിളിലൂടെയാണ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദി മാർജിനൽ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ മറ്റേതെന്ന് പറയുന്നത് സർപ്ലസ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിളാണ് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് റെൻറ്റിലേക്കും, സർപ്ലസ് പ്രിൻസിപ്പിൾ പറയുന്നത് വേജ്, പ്രോഫിറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ്. സോ റിക്കാർഡോ നോട്ടഡ് ദാറ്റ് പ്രോഫിറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വേജസ് വിച്ച് ഇൻ ടേൺ depends on these prices of food and necessities influenced by the land fertility. പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് വേജിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭൂമിയുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയും മറ്റ് ആവശ്യ വസ്തുക്കളുടെ ഒക്കെ തന്നെ വില ആശ്രയിച്ചിരിക്കുന്നത് ഈ റിക്കാർഡോ നമ്മൾ പറഞ്ഞ പോലെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു കാര്യമാണ് ഇതിനെ എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഇതാണ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് തിയറി ഓഫ് റെൻ്റ് ആണ്. റിക്കാർഡോ പറയുന്നത് തിയറി ഓഫ് റെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ റിക്കാർഡോ ഡിഫൈൻ റെൻ്റ് ആസ് ദാറ്റ് പോർഷൻ ഓഫ് ദ produce of the earth which is paid to the landlord for the use of the original and indestructible power of the soil. അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരാൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എർത്തിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ആ യൂസ് ചെയ്യുന്നതിന് ലാൻഡ് ലോഡിന് കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് തിയറി ഓഫ് റെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ റിക്കാർഡോ സ്റ്റേറ്റ്സ് ദാറ്റ് റെൻറ്റ് എറൈസ് ഇൻ ദി സിസ്റ്റം ഫോർ ടു മെയിൻ റീസൺസ്. എന്തുകൊണ്ടാണ് ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡിൻ്റെ റെൻറ്റ് കൂടുന്നത് എന്നാണ് നമ്മുടെ റിക്കാർഡോ പറയുന്നത്. അതിനെ കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ആൻഡ് ഡിഫറൻസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഒരു ലാൻഡിൻ്റെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ അത് ലഭ്യമല്ലാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് റെൻറ്റ് കൂടാൻ വേണ്ടി കാരണമാവുന്നു. അതുപോലെ തന്നെ
സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നതിൻ്റെ അതിൽ പല ഡിഫറൻസ് ഉണ്ടാകും. അതായത് നല്ല ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ കുറവുള്ളതുണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് ഡിഫറൻസ് അനുസരിച്ചിട്ട് റെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. സോ ഓരോ പ്ലോട്ടിലും ഡിഫറെൻറ്റ് ഫെർട്ടിലിറ്റി ആയിരിക്കും. സോ അവിടെ എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. സോ ഇത് ഈ ഒരു ഹൈ റെൻറ്റ് എന്ന് പറയുന്നത് നല്ല ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡ്സിലേക്കും ഒരു ലീസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ്സിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെസ് ലാൻഡ്സ് എന്നും കൂടി പറയാൻ വേണ്ടി പറ്റും. ഇനി ഇൻട്രാ മാർജിനൽ ലാൻഡ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നോ റെൻറ്റ് ലാൻഡ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അതായത് നല്ല ഫെർട്ടിലൈഡ് ആയിട്ടുള്ള ലാൻഡുകളെ നമ്മൾ ഇൻട്രാ മാർജിനൽ ലാൻഡുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീറോ ഫെർട്ടിലിറ്റി അല്ലെങ്കിലുള്ള വളരെ കുറവുള്ള ലാൻഡ്, അതായത് ഒരു കാര്യവും ആ ഒരു പ്ലോട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നോ സർപ്ലസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ മാർജിനൽ അല്ലെങ്കിൽ നോ റെൻറ്റ് ലാൻഡ് എന്ന്. സോ ഇതാണ്. അപ്പോൾ ഒരു നമ്മളീ പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് ബീയിങ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചറാണ്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുന്ന ഒരു സപ്ലൈ പ്രൈസോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോ ഒന്നും തന്നെ ഇല്ല. അതായത് അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതൊരു നേച്ചറിൻ്റെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അവിടെ സപ്ലൈ പ്രൈസ് ഇല്ല, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ല, ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെന്ന് പറയുന്നത് സർപ്ലസ് ആണ്, ഇക്കണോമിക് സർപ്ലസ് ആണ്. അതെല്ലാം തന്നെ സർപ്ലസ് ആയിട്ടുള്ള ഏർണിങ്സ് ഉണ്ടാവുന്ന തരത്തിലുള്ള ലാൻഡുകളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇക്കണോമിക് സർപ്ലസ് ആണ്, സർപ്ലസ് ഏർണിംഗ് ആണ് ഉണ്ടാകുന്നതെന്നാണ് റിക്കാർഡോ പറയുന്നത്. സോ ഇതാണ് ടോട്ടലി തിയറി ഓഫ് റെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് തിയറി ഓഫ് റെൻറ്റ് എന്ന് പഠിക്കുക, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് 2 റീസൺസ് ഈ ഒരു റെൻറ്റ് റൈസ് ചെയ്യാനുള്ളതെന്നും, അതുപോലെ തന്നെ എന്താണ് ഇൻട്രാ മാർജിനൽ ലാൻഡ്സ് എന്നും, അതുപോലെ മാർജിനൽ അല്ലെങ്കിൽ നോ റെൻറ്റ് ലാൻഡ്സ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് സൊസൈറ്റിയുടെ പോയിൻറ്റിനനുസരിച്ചിട്ട് സർപ്ലസ് ഏർണിംഗ് എന്ന് പറയുന്നത്. അതായത് റെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നുമല്ല, പക്ഷേ ഇക്കണോമിക് സർപ്ലസിലേക്ക് വരുമ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ഗെയിൻ ആണ് ഉണ്ടാകുന്നതെന്നാണ് റിക്കാർഡോ പറയുന്നത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് റെൻറ്റ് എന്ന് പറയുന്ന ചെറിയൊരു കൺസെപ്റ്റ് കഴിയും. ഇതിലെ അടുത്ത ഇക്കണോമിസ്റ്റാണ് ടി.ആർ. മാൽത്തൂസ് എന്ന് പറയുന്നത്. തോമസ് റോബർട്ട് മാൽത്തൂസ് എന്നാണ് ശരിയായിട്ടുള്ള നെയിം എന്ന് പറയുന്നത്. Often referred to as the T.R. Malthus, was a key figure in British classical political economy. He was an English cleric, scholar, and influential economist known for his contribution to political economy and demography. So, തോമസ് റോബർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന ആൾ, അതായത് ടി.ആർ. മാൽത്തൂസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ക്ലാസിക്കൽ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു പണ്ഡിതനും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധനും ഒക്കെ തന്നെയായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഡെമോഗ്രഫി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ ഹിസ് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ഡെമോഗ്രഫി. സോ മാൽത്തൂസ് ഈസ് കൺസിഡർഡ് ദ ഫൗണ്ടർ ഓഫ് മോഡേൺ ഡെമോഗ്രഫി ആൻഡ് ഹോൾഡ്സ് എ യുണീക്ക് പ്ലേസ് ഇൻ ഇക്കണോമിക് തോട്ട്. അതായത് മാൽത്തൂസ് എന്ന് പറയുന്നത് ഫൗണ്ടർ ഓഫ് മോഡേൺ ഡെമോഗ്രഫി എന്നാണ് പറയുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ടു ഡെഡിക്കേറ്റ് എ treatise to the principle of population, and his ideas were shaped by economic conditions and historical context of England. അതായത് അദ്ദേഹം ജനസംഖ്യ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ തത്വങ്ങളൊക്കെ തന്നെ കൊണ്ടുവരികയും അതൊക്കെ തന്നെ പലതരത്തിലുള്ള ഇംഗ്ലണ്ടിലെ സാമ്പത്തിക സാഹചര്യങ്ങളും അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം ഒക്കെ തന്നെ അനുസരിച്ച് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള തിയറീസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ അദ്ദേഹം സ്റ്റഡി ഓഫ് മാൻകൈൻഡിലാണ് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെൽത്തിനേക്കാളും മാൻകൈൻഡിൽ ബിലീവ് ചെയ്യും. ഹി വാസ് ദ പ്രോപ്പർ സബ്ജക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി. His notable works include an essay on the principle of population and principles of political economy. So ഈ 2 നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് അദ്ദേഹത്തിനുള്ളത്. an essay on the principle of population and the principles of political economy. So Malthus is best known for his theories and population growth and its implication for poverty and misery. സോ നമ്മൾ പറഞ്ഞതിനനുസരിച്ചിട്ട് 2 തരത്തിലുള്ള നോട്ടബിൾ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവിൽ എങ്ങനെയാണ് ദാരിദ്ര്യവും ദുരിതവും ഒക്കെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാൽത്തൂസ് attributed poverty and suffering not to human institutions but to tendency of human population to grow faster than their resources, leading to overpopulation and scarcity.
പോവേർട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എക്കണോമിയിൽ വളരെയധികം ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത്, അതുപോലെ റാപ്പിഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്തിലേക്ക്, ഇപ്പോൾ urbanization റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചിട്ടൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹം ടി.ആർ. മാൽത്തൂസ് ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന പോപ്പുലേഷൻ ഗ്രോത്തിനെ കുറിച്ചിട്ടും അതുപോലെ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെയധികം സ്കേഴ്സ് ആണ്, അതിനനുസരിച്ച് പക്ഷേ ഹ്യൂമൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഓവർ പോപ്പുലേഷനിലേക്കും ഇപ്പോൾ കിട്ടുന്ന റിസോഴ്സസിൻ്റെയൊക്കെ തന്നെ സ്കേഴ്സിറ്റിയിലേക്കും അതൊക്കെ നയിക്കുമെന്നാണ് ടി.ആർ. മാൽത്തൂസ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്കിനെ കുറിച്ചിട്ടും അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്കോണമിയുടെ ഗ്രോത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പോവേർട്ടി ഒരു ആട്രിബ്യൂട്ടായിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടി.ആർ. മാൽത്തൂസ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് തിയറി ഓഫ് പോപ്പുലേഷൻ ആണ്. മാൽത്തൂസ് ഡെവലപ്ഡ് എ തിയറി സ്റ്റേറ്റിംഗ് ദാറ്റ് population growth would consistently exceed the food supply and progress for humanity is impossible without strict limits on reproduction. So this concept is known as Malthusianism, outlined in his book An Essay on the Principle of Population. സോ അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് പോപ്പുലേഷൻ എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഫുഡ് സപ്ലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ ഒരു റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രിക്റ്റ് ലിമിറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓവർ പോപ്പുലേഷൻ ആവുകയും അതൊരു പോവേർട്ടിയിലേക്കും അതുപോലെ തന്നെ ഫുഡ് സപ്ലൈയുടെ ഷോർട്ടേജ് എന്ന് പറയുന്നത് കുറയാൻ വേണ്ടിയിട്ടും കാരണമാവും. ഇത് ഏറ്റവും സിമ്പിളായിട്ട് അദ്ദേഹം പറയുന്നത് പോപ്പുലേഷൻ ഗ്രോ എന്ന് പറയുന്നത് ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ലൈക്ക് 1, 2 കഴിയുമ്പോൾ പിന്നെ നേരെ 4ലേക്ക്, 4 കഴിയുമ്പോൾ നേരെ 8ലേക്ക്, 8 കഴിയുമ്പോൾ നേരെ 6ലേക്ക്, അങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫുഡ് പ്രൊഡക്ഷനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ എന്ന് പറയുന്നത് പോപ്പുലേഷനാണ് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷേ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ അല്ല. സോ സിൻസ് പോപ്പുലേഷൻ ഗ്രോസ് ഫാസ്റ്റർ ദാൻ ഫുഡ് സപ്ലൈ, അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ ഫുഡ് സപ്ലൈനേക്കാളും ഫാസ്റ്ററായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയും അവിടെ ഒരു ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു പോവേർട്ടിക്ക് അത് കാരണമാവുകയും ചെയ്യുന്നു. സോ ഇതാണ് മാൽത്തൂസിയനിസം എന്ന് പറയുന്നത്. So Malthus believed that if left unchecked, a country's population would double every 25 years. He attributed poverty to the poor's failure to limit their numbers, and so it is a natural consequences. So additionally, he argued that while a growing population increases demand, it does not stimulate wealth growth. സോ അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് നമ്മളിതിങ്ങനെ അനിയന്ത്രിതമായിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ 25 വർഷത്തിലും ഒരു രാജ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ആ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ദരിദ്രർ എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നോക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഡിമാൻഡ് കൂട്ടുകയും അതൊക്കെ തന്നെ എന്ത് പറയുന്നു മറ്റൊരു തരത്തിലേക്ക് വളരെ മോശമായിട്ട് ആ ഒരു എക്കോണമിയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സമ്പത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, വളരെയധികം കുറഞ്ഞു വരികയാണ്. അപ്പോൾ തിയറി ഓഫ് പോപ്പുലേഷനെ കുറിച്ചിട്ട് അദ്ദേഹം ഇതാണ് പറയുന്നത്. സോ ദ ഇംബാലൻസ് എന്ന് പറയുന്നത്, അതായത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഡെത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ വഴിയൊക്കെ ഒരുപാട് ഡെത്ത് റേറ്റ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ the preventive measures are not taken. Nature imposes positive checks to control over population. ഇപ്പോൾ ഒരു ഡിസീസ് പോലെയുള്ള വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോവുക എന്ന് പറയുന്ന ഒരു നാച്ചുറായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഒരു നാച്ചുറൽ ഇവൻറ്റ്സ് വഴി ഒരു എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് പോപ്പുലേഷനിൽ പറയുന്നത്. ഓവർ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ നേച്ചർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ് ചെക്ക് കൊണ്ടുവന്നിട്ട് ഈ കൺട്രോൾ ചെയ്യുകയാണ് ഓവർ പോപ്പുലേഷൻ എന്നാണ് തിയറി ഓഫ് പോപ്പുലേഷനിൽ ടോട്ടൽ പറയുന്നത്. സോ ഈ ഒരു തിയറി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ ഗ്രോത്തും ഫുഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസിനെ വെച്ചിട്ടാണ് തിയറി ഓഫ് പോപ്പുലേഷനിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് തിയറി ഓഫ് മാർക്കറ്റ് ഗൾട്ടിനെ കുറിച്ചിട്ടാണ്. മാർക്കറ്റ് ഗൾട്ട് സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് മാൽത്തൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇത് വളരെ സിമ്പിളാണ്. ദ തിയറി ഓഫ് മാർക്കറ്റ് ഗൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് പോസിറ്റ്സ് ദാറ്റ് എക്സസീവ് പ്രൊഡക്ഷൻ റിലേറ്റീവ് ടു എഫക്റ്റീവ് ഡിമാൻഡ് ക്യാൻ ട്രിഗർ ഇക്കണോമിക് ഡൗൺ ടൗൺസ്. So he argued that population growth would eventually outpace the economy's capacity to produce goods, leading to oversupply, declining prices and economic crisis. ഈ അമിതമായിട്ടുള്ള ഉൽപ്പാദനം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിന് കാരണമാകും എന്നാണ് മാൽത്തൂസിൻ്റെ മാർക്കറ്റ് ഗൾട്ട് എന്ന് പറയുന്ന ഈ ഒരു തിയറി പറയുന്നത്.
ജനസംഖ്യാ വർധനവ് എന്ന് പറയുന്നത് ക്രമേണ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശേഷിയെ മറികടക്കുമെന്ന് ഇപ്പോൾ നമ്മൾ മുമ്പ് തിയറി ഓഫ് പോപ്പുലേഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ അത് മറികടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ചായിട്ട് വിലയിടിവിലേക്കും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ നയിക്കുകയും ഈ ഒരു സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട്, അതെന്തായി മാറുന്നു, ഇംബാലൻസ് ആയിട്ട് മാറുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ പറയുന്നത് തിയറി ഓഫ് മാർക്കറ്റ് ഗൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന അവരുടെ വാങ്ങലിൻ്റെ ശേഷി എന്ന് പറയുന്നത് കുറയുകയും ഈ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അധിക സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സുകാർ ഒരുപാട് പാടുപെടുകയും ചെയ്യുന്നു. സോ ഇതെല്ലാം തന്നെ എത്തിക്കുന്നത് ഒരു റിസഷനിലേക്കാണ്, ഒരു മാന്ദ്യത്തിലേക്കാണ് ഇതെല്ലാം വേണ്ടി എത്തുന്നത്. സോ അമിതമായിട്ടുള്ള ഉൽപ്പാദനം എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുന്നു എന്നാണ് തിയറി ഓഫ് മാർക്കറ്റ് ഗൾട്ടിലെ മാൽത്തൂസ് പറയുന്നത്. ഇനി അടുത്തത് ജെ.ബി. സേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജെ.ബി. സേ ഓൾസോ നോൺ ആസ് ജീൻ ബാപ്റ്റിസ്റ്റ് സേ. സോ ഹി വാസ് എ ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആൻഡ് ബിസിനസ് മാൻ നോൺ ഫോർ ഹിസ് ക്ലാസിക്കൽ ലിബറൽ വ്യൂസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ ലിബറൽ വ്യൂസിൻ്റെ അതിനനുസരിച്ച് പേര് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു ജെ.ബി. സേ എന്ന് പറയുന്നത്. ഹി അഡ്വക്കേറ്റഡ് ഫോർ കോമ്പറ്റീഷൻ, ഫ്രീ ട്രേഡ് ആൻഡ് റിമൂവിങ് റെസ്ട്രിക്ഷൻസ് ഓൺ ബിസിനസ്. അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവണമെന്നും ഫ്രീ ട്രേഡ് ആയിരിക്കണമെന്നും പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ബിസിനസ്സിൻ്റെ മുകളിലും ട്രേഡിൻ്റെ മുകളിൽ നിന്നൊക്കെ മാറ്റണമെന്നായിരുന്നു ജെ.ബി. സേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സേ വാസ് ഫേമസ് ഫോർ പ്രസൻറ്റിങ് ആഡം സ്മിത്ത് ഐഡിയ ക്ലിയർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ആഡം സ്മിത്തിൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ ക്ലിയറായും സിസ്റ്റമാറ്റിക്കായിട്ടും പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹിസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വർക്ക് എ ട്രീറ്റൈസ് ഓൺ പൊളിറ്റിക്കൽ എക്കോണമി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലണ്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ തന്നെ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതുപോലെ ഹി ഹാഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് തോമസ് റോബർട്ട് മാൽത്തൂസ് ആൻഡ് ഡേവിഡ് റിക്കാർഡോ. അപ്പോൾ ഇവരുമായിട്ടൊക്കെ തന്നെ ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് ജെ.ബി. സേ എന്ന് പറയുന്നത്. 1826 റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസിൽ ഒരു അംഗമായിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻഡക്റ്റീവ് രീതിയെ കുറച്ചുകൂടി അനുകൂലിക്കുകയും ഒരു രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ ഒരു വിവരണാത്മകവും അല്ലെങ്കിൽ സൈദ്ധാന്തികവുമായിട്ടുള്ളൊരു ശാസ്ത്രമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, അതുപോലെ ഉപഭോഗം എന്നിവയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും അതൊക്കെ പഠിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടൊക്കെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇക്കണോമിസ്റ്റുകൾ ഈ ഒരു സാമ്പത്തിക പ്രതിഭാസങ്ങളെയൊക്കെ തന്നെ നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും വിവരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഈ ഒരു പ്രസിദ്ധമായിട്ട് പ്രസ്താവിച്ചൊരു കാര്യമാണ്. സോ ഇതാണ് ടോട്ടലി ജെ.ബി. സേനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ആഡം സ്മിത്തിൻ്റെ ഐഡിയാസാണ് ക്ലിയർലും സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രീ ട്രേഡും കോമ്പറ്റീഷനും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ റിമൂവ് ചെയ്യണമെന്നാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് സീസ് ലോ ഓഫ് മാർക്കറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് സീസ് ലോ ഓഫ് മാർക്കറ്റിൽ പറയുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ജീൻ ബാപ്റ്റിസ്റ്റ് സേ ആണ്. സോ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നാണ് അതിൽ പറയുന്നത്. ഇൻ എസെൻസ് ദിസ് ലോ സജസ്റ്റ് ദാറ്റ് ദ ആക്ട് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ജനറേറ്റ്സ് ഇൻകം വിച്ച് ഇൻ ടേൺ എനാബിൾസ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് വിതരണം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ആവശ്യത്തെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പാദനത്തിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാവുന്നു. അതാവട്ടെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് വ്യക്തികൾക്ക് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. സോ അതുവഴി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു വിപണി കണ്ടെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. All goods produced will find a market. So C's law implies that there can never be a general overproduction in the economy because the supply of goods and services itself creates the purchasing power necessary to buy them. അതായത് ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യപ്പെടുമ്പോൾ അത് വാങ്ങാൻ ആവശ്യമായിട്ടുള്ളൊരു വാങ്ങൽ ശേഷി അവിടെ ഉണ്ടാക്കുന്നതിനാൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അമിതമായിട്ടുള്ളൊരു ഉൽപ്പാദനം ഉണ്ടാകില്ല എന്നാണ് സീസ് ലോ ഓഫ് മാർക്കറ്റ് പറയുന്നത്. അടുത്തത് ജോൺ സ്റ്റുവർട്ട് മില്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ജോൺ സ്റ്റുവർട്ട് മില്ലിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് തിയറീസിനെ കുറിച്ചിട്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്.
1806 ജനിച്ച് 1873 അന്തരിച്ച ജോൺ സ്റ്റുവർട്ട് മില്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലാസിക്കൽ ട്രഡീഷനിലുള്ളിൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഫിഗർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഹി വാസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബ്രിട്ടീഷ് ഫിലോസഫർ, ഇക്കണോമിസ്റ്റ്, മോറൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറിസ്റ്റ്, സോഷ്യൽ റിഫോമർ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് ലിബർട്ടി ഡ്യൂറിങ് ദ 19th century. സോ 19ാം നൂറ്റാണ്ടിലെ ഒരു ബ്രിട്ടീഷ് തത്വചിന്തകനും അതുപോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ സൈദ്ധാന്തികനും സാമൂഹിക പരിഷ്കർത്താവും അതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ ഹി ഓഫൺ സീൻ ആസ് എ റിസ്റ്റോറർ ഓഫ് ക്ലാസിസം. മിൽസ് വർക്ക് പ്രൊവൈഡ്സ് എ ക്ലിയർ എക്സ്പോസിഷൻ ഓഫ് ക്ലാസിക്കൽ ഐഡിയാസ് while also addressing their decline under socialist criticism. സോ ക്ലാസിക്കലിൻ്റെ ഒരു പുനഃസ്ഥാപനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പല റൈറ്റിങ്സും ഒക്കെ തന്നെ കാണുന്നത്. സോഷ്യലിസ്റ്റ് വിമർശനത്തിൻ്റെ കീഴിലുള്ള ക്ലാസിസത്തിൻ്റെ തകർച്ചയെക്കുറിച്ചിട്ടൊക്കെ തന്നെ അദ്ദേഹം അതിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലാസിക്കൽ ആശയങ്ങളുടെ ഒക്കെ തന്നെ വ്യക്തമായിട്ടുള്ള അവതരണവും ഒക്കെ തന്നെ മില്ലിൻ്റെ ഓരോ റൈറ്റിങ്സും നൽകുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക്കൽ, സോഷ്യലിസ്റ്റ് അങ്ങനെ ആ ടൈപ്പിലുള്ള കാഴ്ചപ്പാടുകളുടെ ഒക്കെ തന്നെ ഒരു ടൈപ്പ് ഓഫ് മിക്സ്ചറാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പലതരത്തിലുള്ള സർക്കാരിൻ്റെ ഇടപെടലിനൊപ്പം അദ്ദേഹം വാദിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ മില്ലിൻ്റെ ഒരു സാമ്പത്തിക സംഭാവനകൾ എന്ന് പറയുമ്പോൾ ഒരു എക്കണോമിക് ആയിട്ടുള്ള പല രീതിയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് പറയുന്നത് ഡേവിഡ് റിക്കാർഡോയും ആൽഫ്രഡ് മാർഷലിൻ്റെയും ഒക്കെ തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് തിയറീസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മില്ല്, ഡേവിഡ് റിക്കാർഡോ, ആൽഫ്രഡ് മാർഷലൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ആളുകളായിരുന്നു. സോ ആ ഈ തിയറീസ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആഡം സ്മിത്തിൻ്റെയും റിക്കാർഡോയുടെയും ഒക്കെ തന്നെ ആശയങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിലും കുറച്ചുകൂടി എക്സ്പാൻഡ് ആക്കാൻ വേണ്ടി മില്ല് ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ജസ്റ്റ് അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഡിമാൻഡ്, ഇപ്പോൾ സപ്ലൈയും ഡിമാൻഡും അതുപോലെ തന്നെ റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജ് ഇങ്ങനെയൊക്കെ ഒരുപാട് നിർണ്ണയങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഫ്രീഡം, അതായത് ഫ്രീ ട്രേഡിനെ കുറിച്ചിട്ടും ഒക്കെ തന്നെ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനെ, അതായത് അമിതമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെയൊക്കെ തന്നെ അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള എന്താ പറയുക ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു നേഷൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിരിക്കുന്നത്. So reciprocal demand. The John Stuart Mill expanded on Ricardo's theory of international trade by introducing the concept of reciprocal demand. This idea explains how the terms of trade between two countries are determined based on the relative willingness to exchange goods. So reciprocal demand reflects the strength and elasticity of a demand in each country for the other പ്രൊഡക്ട്സ്. അതായത് ജോൺ സ്റ്റുവർട്ട് മില്ല് റിക്കാർഡോയുടെ നമ്മൾ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ട്രേഡ് റിലേറ്റ് ചെയ്യുന്ന തിയറിയെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ പരസ്പരം ആവശ്യം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആശയത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ തന്നെ കൈമാറ്റം ചെയ്യാനുള്ള അവരുടെ ഒരു സന്നദ്ധത, അതായത് രണ്ട് കൺട്രീസ് തമ്മിലുള്ള അവരിപ്പോൾ ഓക്കെ ആവുകയാണ്. ഇപ്പോൾ രണ്ട് കൺട്രീസ് തമ്മിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തരത്തിലുള്ള നിബന്ധനകൾ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ആശയം, അതായത് റെസിപ്രോക്കൽ ഡിമാൻഡ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത്. സോ പരസ്പരമുള്ള ഡിമാൻഡ്, അതായത് മറ്റ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കായുള്ള ഡിമാൻഡിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ മില്ല് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ the stability of trade ratios depends on each country's demand for other goods being balanced by its own exports covering its imports. അതായത് ഇവിടെ ഒരു രാജ്യത്തിൻ്റെ സ്ഥിരത, അപ്പോൾ വ്യാപാരം ട്രേഡ് എന്നുള്ള കാര്യത്തിൽ അതൊരു സ്റ്റെബിലിറ്റീനെ സംബന്ധിച്ച് ഓരോ രാജ്യത്തിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവശ്യകതയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഇറക്കുമതിയും അതുപോലെ കയറ്റുമതിയും ഉണ്ട്. ഇപ്പോൾ എക്സ്പോർട്സും ഇമ്പോർട്ട്സും എങ്ങനെ അവിടെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്നു, അതായത് ട്രേഡ് എന്ന് പറയുന്നത് സസ്റ്റൈനബിളും പരസ്പരമുള്ളൊരു, അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എത്ര പ്രയോജനകരമാവുന്ന രീതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്നു, എങ്ങനെ അവർ കൈമാറ്റം ചെയ്യുന്നു, അതിലുള്ള ഒരു സ്റ്റെബിലിറ്റി എന്നതിനെ കുറിച്ചിട്ടാണ് റെസിപ്രോക്കൽ ഡിമാൻഡിൽ പറയുന്നത്. സോ
Mill, known for his advocacy of free trade and liberalism, believed in state intervention to promote the greatest good for the greatest number of people. So his philosophical and methodological insights continue to be influential, particularly in defending എംപെരിസിസം ആൻഡ് ലിബറൽ പൊളിറ്റിക്കൽ ഐഡിയാസ്. അതായത് ഫ്രീ ട്രേഡിൻ്റെയും അങ്ങനത്തെയുള്ള കാര്യങ്ങളിലുമാണ് മില്ല് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവണം. സോ ഹി ബിലീവ്ഡ് ഇൻ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ടു പ്രൊമോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. അതായത് മാക്സിമം ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വില്ലിനെ കുറിച്ചിട്ട്. സോ ഒരുപാട് ആൾക്കാരുടെ പ്ലഷറിനെ കുറിച്ചിട്ടും സാക്രിഫൈസ് കുറയുമ്പോഴാണ് ഒരാൾക്ക് പ്ലഷർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നോക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഗുഡ്, അതായത് വലിയ ഒരുപാട് ആൾക്കാരുടെ നല്ലത് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഗുഡ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിളുടെ ആയിരിക്കണം. അത്തരത്തിലുള്ള സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷനെയാണ് മില്ലിവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. സോ ഇതിനെയൊക്കെ ജെറാമി ബെന്താമിൻ്റെ ഒക്കെ തന്നെ സ്വാധീനത്തിലുണ്ടായിരുന്നു. അതായത് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ക്ഷേമത്തെക്കുറിച്ചിട്ട്, ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു, ഇതൊക്കെ ജെറാമി ബെന്താം കൊണ്ടുവന്നിട്ടുള്ള തിയറീസാണ്. സോ ഒരുപാട് തരത്തിലുള്ള, അതായത് ഹ്യൂമാനിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ജെറാമി ബെന്താമിൻ്റെ തിയറീസിലുണ്ട്. അതൊക്കെ തന്നെ ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇക്കണോമിക്സിൽ, അതായത് ഫിലോസഫി, പൊളിറ്റിക്കൽ തിയറിയിലൊക്കെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇതാണ് ടോട്ടലി റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറയുന്നത്.